ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും ഇവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പെനാൽറ്റി അത് എത്രത്തോളം വലുതായിരിക്കും? ചുരുക്കി പറയുകയാണെങ്കിൽ നല്ലൊരു ഹെവി ഫൈൻ തന്നെയാണ് വരാനിരിക്കുന്നത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും ഈ പറഞ്ഞ ഇൻകങ്ങളെല്ലാം കയറി വരുന്നത്. അവിടെ നിന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിൻ്റെ ഒരു കാറ്റഗറിയിലേക്കാണ് അത് കയറി വരുന്നത്. ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഫിനാൻസ് ബില്ലും അതിനെപ്പറ്റിയാണ് മെയിൻലി പറയുന്നത്. നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തില്ലെങ്കിൽ ബ്ലോക്ക്ഡ് അസസ്മെന്റ് എന്നൊരു കാറ്റഗറിയിൽ വരുത്തിയിട്ട് 60% അടയ്ക്കുന്നതിൻ്റെ നമുക്ക് എത്രയാണ് അടയ്ക്കാനുണ്ടായിരുന്നത് അതിൻ്റെ ഡബിൾ 200% ആണ് പിന്നെ ചാർജ് ചെയ്യാൻ പോകുന്ന ടാക്സ്. അതിൻ്റെ കൂടെ തന്നെ പെനാൽറ്റി വേറെ ഉണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം കണക്ക് കൂട്ടി അതിൻ്റെ ഡബിൾ ടാക്സേഷനാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 30% ശരിക്കും അടയ്ക്കാനുള്ള ടാക്സ് അത് സമയത്ത് അടച്ചില്ല. അതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ അടയ്ക്കേണ്ടി വരുന്നത് 60% ആയിരിക്കും. ഒരു 1 lakh ഏൺ ചെയ്ത ആൾ അടയ്ക്കേണ്ടി വരുന്ന 60,000 രൂപയായിരിക്കും. ഇപ്പോൾ ഡബിൾ ടാക്സേഷനാണ് വരുന്നത്. അതേപോലെ അഡ്വാൻസ് ടാക്സിൻ്റെ പ്രൊവിഷൻസും വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10,000 രൂപയ്ക്ക് മുകളിലാണ് ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ അയാൾ ആ വർഷത്തിലെ 4 ക്വാർട്ടറിലായിട്ട് മുഴുവൻ ടാക്സും അടച്ചു തീർക്കണം. അങ്ങനെ അടച്ചില്ല എങ്കിൽ എപ്പോഴാണോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഇൻകം കണ്ടുപിടിക്കുന്നത് ആ ഒരു ഡേറ്റ് വരെ അതിന് ഇൻട്രസ്റ്റ് അവർ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരു വലിയൊരു എമൗണ്ട് ആണ് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ അതുമേ ഇംപ്രസൺമെന്റ് വരെ നിങ്ങൾക്ക് ലഭിക്കാം. ഒരു 7 years വരെ വേണമെങ്കിൽ ജയിലിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ വലിയൊരു തലവേദനയാണ് ശരിക്കും. അതായത് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ, നിങ്ങൾ ജയിലിലാകാനായിട്ടുള്ള ചാൻസ് വരെ അവിടെ ഉണ്ട്.